കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ മുനമ്പത്തെത്തിയുള്ള ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. വഖഫിൻ്റേതല്ല മുനമ്പത്തെ ഭൂമി എന്നുള്ളത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു നിലപാടാണ് നമ്മൾ കേട്ടത്. കേരളം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു UDF-നകത്തുള്ള ഈ ഒരു രണ്ട് വ്യത്യസ്ത സ്വരങ്ങളെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? രണ്ട് വ്യത്യസ്ത സ്വരങ്ങളല്ല. ഇന്നലെ മുതൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അതേ സ്വരം തന്നെയാണ്. കാരണം ഈ അദ്ദേഹത്തിന്റെ നിലപാടിന് വിരുദ്ധമായി, അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തിപരമാണ് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് മറുപടി അദ്ദേഹം പറഞ്ഞത് അതിന് ഞാൻ വിവാദത്തിനില്ല എന്നാണ്. അപ്പൊ അത് പറഞ്ഞത് ശരിവെക്കാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലും ഈ വിഷയം ഒരു പ്രാദേശിക വിഷയമായി പരിഗണിക്കുക, അല്ലെങ്കിൽ അത് പ്രാദേശിക വിഷയമായി ഇതിനെ മാറ്റുക എന്നത് തുടക്കം മുതലേ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ശ്രമിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം ആവർത്തിക്കുന്നു എന്നുള്ളൂ. മുസ്ലിം ലീഗ് എന്നാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, KRLCC ഇന്ന് നടത്തിയ പ്രസ്താവന ഇത് വഖഫ് ഭൂമിയാണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞത് KRLCC അറിഞ്ഞില്ലേ? ഇവരാരെയാണ് ഈ KRLCC ഭയപ്പെടുന്നതെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. എന്തിനാണ് ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത്? അവര് മുസ്ലിം ലീഗ് പച്ചക്കല്ലേ പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല. പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനത്തിനോട്, പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും KRLCC ആരെയാണ് ഈ ഭയക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതാണെങ്കിലും ഇത്തരം നിലപാടുകൾ ഒരിക്കലും സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ഗുണകരമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം ഇപ്പോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം, ഈ വിഷയത്തിലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും ഒക്കെ മാറ്റിവെക്കുക. അവിടെ താമസിക്കുന്ന 610 കുടുംബങ്ങൾ, അതിനകത്ത് ലത്തീൻ സമുദായത്തിൽപ്പെടുന്ന ആളുകളുണ്ട്, ക്രൈസ്തവരുണ്ട്, ഈഴവരുണ്ട്, കുടുംബി സമുദായത്തിൽപ്പെടുന്നവരുണ്ട്, ധീവര സമുദായത്തിൽപ്പെടുന്നവരുണ്ട്. അപ്പോ അതിനെ മാനുഷികമായി കാണണം, അല്ലാതെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന നിലപാട് മുസ്ലിം ലീഗ് തിരുത്തുക തന്നെ ചെയ്യണം. അതിന് വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കാൻ അവരുടെ എന്ത് രേഖയുള്ള? അവർ ഇപ്പൊ ഇന്നലെ പറയുന്നത് ഗിഫ്റ്റ് ഡീഡ് ഉണ്ടെന്നാണ്. ആ ഗിഫ്റ്റ് ഡീഡിൽ വഖഫ് എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ വഖഫ് ഭൂമി എന്റെ പിന്മുറക്കാരിലേക്ക്, അവരെ ഫാറൂഖ് കോളേജ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ എന്റെ പിന്മുറക്കാരിലേക്ക് വന്നു ചേരുമെന്ന് കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ അത് വഖഫ് അല്ലാതായി. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ വളരെ ആധികാരികമായി ഇത് വഖഫാണ് എന്ന് മുസ്ലിം ലീഗിന്റെ നിലപാട് ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്. മുസ്ലിം ലീഗിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ശരിക്കും മുനമ്പത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് വഖഫ് ഭൂമിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ചർച്ച ചെയ്യാവൂ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെറിയൊരു ഭീഷണിയുടെ സ്വരം അതിലുണ്ടോ? എനിക്കും അവർക്കും അറിയാൻ മേലാത്തൊരു കാര്യം, എന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സും അവരുടെ ഇരിക്കുന്ന ഡോക്യുമെന്റ്സും കൃത്യമായി പറയുന്നു അത് വഖഫ് ഭൂമിയല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 1975 ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കിടക്കുന്നു. അത് ഫാറൂഖ് കോളേജിന് ഗിഫ്റ്റ് ഡീഡായി കിട്ടിയതാണ്. ഫാറൂഖ് കോളേജിന് കിട്ടിയതാണ്, വഖഫിന് കിട്ടിയെന്നുള്ളതല്ല. 1902 മുതൽ ഈ ഭൂമിയുടെ ട്രാൻസാക്ഷൻ തുടങ്ങിയത് 1902 ആ 2 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു മാസം പോലും ഇത് വഖഫിന്റെ പൊസഷനിൽ ഇരുന്നിട്ടില്ല ഈ വസ്തു. അല്ലെങ്കിൽ വഖഫ് ബോർഡിന് കൊടുത്തു എന്ന്, വഖഫ് ചെയ്തു എന്ന് പറയുന്ന 1950 മുതൽ 2019 വരെയുള്ള 69 വർഷക്കാലത്തിൽ ഒരു മണിക്കൂർ പോലും ഇത് വഖഫിന്റെ പൊസഷനിൽ ഇരുന്നിട്ടില്ല ഈ വസ്തു. പിന്നെ എങ്ങനെ ഇത് വഖഫാവും? ജനിച്ച വീട വസ്തു, അവിടെ തന്നെ അവർക്ക് പൊസഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ആ വസ്തു വില കൊടുത്ത് വാങ്ങി, ആ വസ്തുവിൽ നിന്ന് വീണ്ടും ഇറങ്ങണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്. പക്ഷെ എന്തിനാണ് ആ നിലപാട്? ഞാൻ പറയട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അല്ലെങ്കിൽ അത് പരിശോധിക്കട്ടെ, കോടതി തീരുമാനം എടുക്കട്ടെ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് പരിശോധിച്ച് തീരുമാനം എടുക്കട്ടെ, അല്ലെങ്കിൽ വഖഫ് ഭേദഗതി നിയമം വരുമ്പോൾ തീരുമാനം എടുക്കുക. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയത്തിൽ ആധികാരികമായി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെ ഈ നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ BJP കുറിച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ശ്രമിക്കുന്നു. BJP മുനമ്പം വിഷയത്തിലല്ല, ആ ഇന്ത്യ മുഴുവൻ ദേശീയ തലത്തിൽ ഈ വിഷയത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ മുനമ്പം വിഷയം തുടങ്ങുന്നതിനൊക്കെ കാലങ്ങൾക്ക് മുമ്പേ വഖഫ് ഭേദഗതി BJPയുടെ പരിഗണനയിലുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, ഭരണഘടനയ്ക്ക് മുകളിൽ അങ്ങനെ ഒരു നിയമം നിലനിൽക്കാൻ പാടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വളരെ പ്രൊവോക്കിംഗ് ആയി ഇത്തരത്തിലുള്ള നിലപാട്, ഇത് വഖഫ് ബോർഡിന്റെ ആണ് എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പുറകിൽ ഇവർക്ക് ദുരുദ്ദേശമുണ്ട്. രാഷ്ട്രീയ ധ്രുവീകരണമാണ് ഇവരുടെ ഉദ്ദേശം, വർഗീയത വളർത്തുകയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യെസ്, വളരെ വ്യക്തമാണ് BJP നിലപാട്.